നമസ്കാരം. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ത്യാഗം അനുഭവിച്ച മലയാളി ആരായിരുന്നു എന്ന ചോദ്യത്തിന് രണ്ടു വട്ടം ആലോചിക്കാനില്ല. നമ്മുടെ ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെയാണ്. എന്നാൽ 1575 എഴുത്തച്ഛൻ മരിച്ചല്ലോ. 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അനുഭവിച്ച മഹാത്യാഗത്തിന്റെ ഫലമായിട്ടാണ് മലയാള ഭാഷ ഇവിടുത്തെ എല്ലാ സാധാരണക്കാരായ മനുഷ്യർക്കും എല്ലാ ജാതി മതങ്ങൾക്കും ലഭ്യമായത്. എന്നാൽ അങ്ങനെ ലഭ്യമായിട്ടും മലയാള ഭാഷ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ഒരു ശാഠ്യത്തോടെ ഒരു വിരോധം പുലർത്തി അകന്നു നിന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അത് കേരളത്തിലെ മുസ്ലിം സമുദായമാണ്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന്റെ ഭൂതകാലത്ത് അങ്ങനെ ഒരു കാലമുണ്ട്. മലയാളം നരകത്തിലെ ഭാഷയാണെന്നും ഇംഗ്ലീഷ് ചെകുത്താന്റെ ഭാഷയാണെന്നും പറയാൻ ചരിത്രപരമായി അവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാരെ ചെകുത്താന്മാരായി കണ്ടുകൊണ്ട് അവരുടെ ഭാഷ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. ഒരു സമരത്തിന്റെ ന്യായമുണ്ട്. രണ്ട്, മഹാഭൂരിപക്ഷം കുടിയാന്മാരായിരുന്ന ഒരു സമുദായത്തിൽ അവരുടെ ജന്മിമാരുടെ ഭാഷ മലയാളമായിരുന്നു. കുടിയാന്മാരുടെ ജീവിതം നരകതുല്യമായി ആക്കി തീർത്ത ജന്മിമാരുടെ ഭാഷ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നതിലും ഒരു സമരത്തിന്റെ സ്വരമുണ്ടായിരുന്നു. രണ്ടായാലും ഇംഗ്ലീഷും മലയാളവും പഠിക്കാതെ ആധുനിക വിദ്യാഭ്യാസം നേടാതെ ചരിത്രത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളി അകറ്റപ്പെട്ട ഒരു സമൂഹമായി, സ്വയം അകന്നുപോയ ഒരു സമൂഹമായി മുസ്ലിം സമുദായം മാറിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് മുസ്ലിം സമുദായത്തെ മലയാളം പഠിപ്പിക്കാൻ പാടുപെട്ട മനുഷ്യൻ, അതിന്റെ പേരിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച മനുഷ്യൻ, അതിന്റെ പേരിൽ വലിയ കടക്കാരനായി മരിച്ചുപോയ മനുഷ്യൻ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ തീർച്ചയായും നമ്മൾ മലയാളത്തിന് വേണ്ടി മഹാത്യാഗം അനുഭവിച്ച മനുഷ്യൻ എന്ന് തന്നെ വിളിക്കണം. ആ മനുഷ്യന്റെ പേര് സയ്യിദ് സനാഉല്ലാ മക്തിത്തങ്ങൾ എന്നാണ്. മക്തിത്തങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ ഓർക്കേണ്ട ആദ്യത്തെ വിശേഷണം തീർച്ചയായും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ നായക സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ പേരുകളിൽ ഒന്ന് മക്തിത്തങ്ങളുടെ പേരാണ്. 1847 മക്തിത്തങ്ങൾ ജനിച്ചത്. 1912 മരിച്ചത്. ജനിച്ചത് മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ പൊന്നാനിക്കടുത്ത വെളിയങ്കോട്ടാണ്. മലബാറിലെ മുസ്ലിങ്ങളെയാണ് പൊതുവെ മാപ്പിളമാർ എന്ന് വിളിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് മക്തിത്തങ്ങളെ ഒരു മാപ്പിള പോരാളി എന്ന് വിളിക്കുന്നത്. മാപ്പിള പോരാളി എന്ന് മക്തിത്തങ്ങളെ വിളിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ആയുധം എടുത്ത് പൊരുതിയിട്ടില്ല. തികഞ്ഞ അഹിംസാവാദിയായിരുന്നു എന്ന് മാത്രമല്ല, മലബാറിലെ മാപ്പിളമാർ 1921 എത്രയോ മുമ്പ് തന്നെ, ഒരു 100 കൊല്ലം മുമ്പെങ്കിലും സായുധമായ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായി മതപരമായ ആവേശത്തോടെ നടത്തിയ കാലത്ത് ഒരു മതപുരോഹിതനായിരുന്ന മതപണ്ഡിതനായിരുന്ന സയ്യിദ് സനാഉല്ലാ മക്തിത്തങ്ങൾ ആ പോരാട്ടത്തിനും എതിരായിരുന്നു. സായുധ കലാപത്തിലൂടെ ഒരു ഭരണകൂടത്തിനോട് സമരം ചെയ്യുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. അപ്പോൾ യഥാർത്ഥ മാപ്പിള പോരാളി എന്ന് വിളിക്കേണ്ടത് ആരെയാണ്? സാംസ്കാരിക പോരാളി എന്ന് വിളിക്കേണ്ടത് മക്തിത്തങ്ങളെയാണ്. മലബാർ കലാപം എന്ന പേരിൽ നടന്ന ധാരാളം കലാപങ്ങൾ നടക്കുന്ന കാലത്തും ആ കലാപത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട മനുഷ്യനാണ്. ആദ്യകാലത്ത് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ജോലി രാജിവെച്ച് ഒരു ഇസ്ലാമിക് മിഷനറിയായി ഇസ്ലാമിന് വേണ്ടി സ്വയം പോരാടാൻ, സാംസ്കാരികമായി പൊരുതാനുള്ള പടച്ചട്ടയണിഞ്ഞ് രംഗത്തിറങ്ങിയ ഒരാളാണ്. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ആധുനിക ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആദ്യം വേണ്ടത് മലയാളം പഠിപ്പിക്കുകയാണ്. പിന്നെ ആധുനിക വിദ്യാഭ്യാസം നേടുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയ മാർഗങ്ങളിൽ ഒന്ന്, അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പത്രം തുടങ്ങി. മലയാള ഭാഷയിൽ ആദ്യമായി പുസ്തകം രചിച്ച മലയാളി മക്തിത്തങ്ങളാണ്. അതിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ അധ്വാനവും രചനയും സമയവും ആയുസ്സും ഒക്കെ ചെലവിട്ടത്. മക്തിത്തങ്ങൾ നടത്തിയിരുന്ന പ്രധാനപ്പെട്ട 2 പത്രങ്ങളുണ്ട്. പരോപകാരി എന്നാണ് ഒരു പത്രത്തിന്റെ പേര്. 1888 ഓർക്കണം. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ്. തുർക്കി സമാചാരം എന്നൊരു പത്രം അദ്ദേഹം നടത്തിയിരുന്നു. 1909 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. 1912 മരിച്ചുപോയ മക്തിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മക്തിത്തങ്ങളുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധാരാളം സംഭാവനകൾ, അദ്ദേഹത്തിന്റെ നവോത്ഥാനപരമായ ധാരാളം ദൗത്യം നിർവഹിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരൊറ്റ കാര്യം, മലയാള ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ്, അതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ചത് യാതനകൾ എത്രയാണ്, അതൊന്നും തീർച്ചയായിട്ടും ദീർഘമായി പറഞ്ഞു പോകേണ്ട വിഷയമാണ്. മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് 1981 കേരള ഇസ്ലാമിക് മിഷൻ എന്ന പേരിലുള്ള ഒരു സംഘടന തിരൂരിൽ നിന്നാണ് അത് പുറത്തിറക്കിയത്. ആ സമ്പൂർണ്ണ സമാഹാരത്തിൽ 31 പുസ്തകങ്ങളുണ്ട്. അതിന്റെ പുറമെ 5 ലഘുലേഖകളുണ്ട്. ഇതാണ് മക്തിത്തങ്ങളുടെ മൊത്തം സംഭാവന. ഞാൻ ഇന്ന് ആ വലിയ മനുഷ്യന്റെ, മലയാള ഭാഷയ്ക്ക് വേണ്ടി മഹാത്യാഗം അനുഭവിച്ച മനുഷ്യന്റെ, മലയാളം പഠിക്കണം എന്ന് പറഞ്ഞ കുറ്റത്തിന് കല്ലേറുകൊണ്ട മനുഷ്യന്റെ, അട്ടിയോടിക്കപ്പെട്ട മനുഷ്യന്റെ, പാപ്പരായി മരിച്ചുപോയ മനുഷ്യന്റെ, ആ മനുഷ്യന്റെ മധ്വചനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ വചനങ്ങൾ, അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അടയാളപ്പെടുത്തി വെച്ച ഒട്ടേറെ വാക്യങ്ങൾ ഒരു കാലത്തും അതുല്യമായ വാക്യങ്ങളാണ്, നിസ്തുലങ്ങളായ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ നിന്ന് 10 വാക്യങ്ങൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഉദ്ധരിച്ച്
മക്തിത്തങ്ങളുടെ ഈ ഓർമ്മ വർത്തമാനം അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അദ്ദേഹം പറഞ്ഞു, മാതൃഭാഷ മാത്രമല്ല, മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയുമാണ് മലയാളം. അത് പഠിക്കായികയാൽ ഒരു വേദാഭ്യാസം ദോഷപ്പെടുന്നു, ഈമാൻ നഷ്ടപ്പെടുന്നു. ഈമാൻ എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറഞ്ഞ അർത്ഥം, മാതൃഭാഷയായ മലയാളം പഠിക്കാതിരിക്കുന്നത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം നിങ്ങൾക്ക് നേരായ മട്ടിൽ വേദം അഭ്യസിക്കാൻ പോലും പറ്റുന്നില്ല. വിദ്യാഭ്യാസം നേടിയിട്ട് നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ വിജയം നേടാൻ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വേദം തന്നെ നേരാൻ വണ്ണം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വേദഭാഷ മലയാളമാക്കണം. എന്ന് പറഞ്ഞാൽ മതം പഠിക്കാനും നിങ്ങൾ മലയാളത്തെ തന്നെ ആശ്രയിക്കണം. മലയാളത്തിൽ മതം പഠിച്ചാലേ മതം പോലും സമ്പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വിഖ്യാതമായ വാക്യം. 2, മലയാളം എഴുതി പഠിക്കുന്നതിൽ മതവിരോധമുണ്ടെന്നുള്ള ധാരണ അഹങ്കാരമാകുന്നു എന്നാണ്. വല്ലാത്ത പ്രഖ്യാപനമാണത്. മലയാളം പഠിക്കുന്നതിൽ മതത്തിനെന്തോ വിരോധമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്. അജ്ഞതയുടെ അഹങ്കാരമാണ്, അറിവില്ലായ്മയുടെ ഊക്കാണത്. വളരെ കർശനമായ ഭാഷയിലാണ്, താക്കീതാണ് അദ്ദേഹം നൽകിയത്. വിഖ്യാതനായ മതപണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നുകൂടി ഓർക്കണം. 3ാമത്തെ വിഖ്യാതമായ വചനം, മലയാളം പഠിക്കാതെ മതം ശുദ്ധമാകുന്നതും പ്രകാശിക്കുന്നതുമല്ല. നിങ്ങൾ ഇസ്ലാമാണോ, നിങ്ങൾക്ക് മതം പഠിക്കണമോ, അത് മലയാളത്തിൽ പഠിച്ചില്ലെങ്കിൽ ആ മതം ശുദ്ധമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് 3ാമത്തെ വാക്യം. 4ാമത്തെ വാക്യം, ഖുർആൻ ഭാഷാന്തരം മലയാളത്തിൽ കാണാതിരിക്കുന്നത് വലുതായ തെറ്റും മഹാസങ്കടവുമാകുന്നു. ആലോചിച്ച് നോക്കൂ, മലയാള ഭാഷയിൽ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല. ഈ വേദഭാഷയായ അറബിയിൽ തന്നെ കാണാപ്പാഠം പഠിക്കണം, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ മലയാള ഭാഷയിലേക്ക് ഖുർആൻ വിവർത്തനം ചെയ്യാൻ പോലും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്, പിന്നെയും എത്രയോ കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ ഖുർആൻ പരിഭാഷ വരുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരിക്കൽ ഞാൻ സംസാരിക്കാം. ഖുർആൻ ഭാഷാന്തരം അടിയന്തരമാണ് എന്ന് പറഞ്ഞു 1912 അദ്ദേഹം മരിക്കുന്നവരെ സാധ്യമായില്ല. അദ്ദേഹത്തിന് ചെറിയ തോതിൽ പരിഭാഷപ്പെടുത്തി തുടങ്ങിയിരുന്നു, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. മറ്റൊന്ന് വളരെ വിഖ്യാതമായൊരു വചനം, ഹേ ജഡന്മാരെ. ജഡന്മാരെ എന്ന് വെച്ചാൽ അജ്ഞരെ, അന്ധവിശ്വാസികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മലയാളവും ഇംഗ്ലീഷും അനാവശ്യമെന്നും വേദവിരോധമെന്നും പറയുന്നത് അറിവ് ദോഷം മാത്രമല്ല ബുദ്ധിദോഷവുമാകുന്നു. മലയാളവും ഇംഗ്ലീഷും അനാവശ്യമെന്നും വേദവിരോധമാണ്, ഇസ്ലാമിന് വിരോധമാണ്, ഇസ്ലാമിന് നിരക്കുന്നതല്ല, മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നൊക്കെ പറയുന്നത് അറിവ് ദോഷം മാത്രമല്ല, വിവരക്കേട് മാത്രമല്ല, ബുദ്ധിദോഷവുമാകുന്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് ആ പറയുന്നത്, മന്ദബുദ്ധിതരമാണ് ആ പറയുന്നത്, മനോരോഗമാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു വാക്യം, നാട്ടുഭാഷയായ സ്വന്തം ഭാഷ പഠിക്കാതെ വിദ്വാൻ എന്ന് നടിച്ചു നടക്കുന്നു. മലയാളം വായിപ്പാനും എഴുതാനും അറിയാത്തവരെ ഗുരുക്കന്മാരാക്കി വായിപ്പാനും എഴുതാനും അറിയാത്ത കുട്ടികളെ ഏൽപ്പിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഒരു സമുദായത്തിന്റെ ദുർഗതി എത്രയാണ്. മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളെ പഠിക്കാൻ ഏൽപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് മലയാളവും അറിഞ്ഞൂടാ, എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. ആ ഗതികേടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വേറൊരു വാക്യം, മലയാളം പഠിക്കരുതെന്ന് പറയുന്ന മുഷിഞ്ഞ ബുദ്ധികളെ പുഴുക്കിലിട്ട് തച്ചലക്കി ശുദ്ധമാക്കണം. വളരെ കർക്കശമായ വാക്കുകളാണ്, കഠിനമായ ശകാരമാണ്. മലയാളം പഠിക്കരുതെന്ന് പറയുന്ന മുഷിഞ്ഞ ബുദ്ധികളെ പുഴുക്കിലിട്ട് തച്ചലക്കി ശുദ്ധമാക്കണം. പുഴുക്കിലിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ട് അലക്കുമ്പോൾ അതിൽ ഈ കാരം ചേർത്ത് പുഴുങ്ങിയിട്ടാണ് അലക്കുക. അങ്ങനെ അലക്കണം ഇത്തരക്കാരെ എന്നാണ്. മറ്റൊന്ന്, ലോക നടപടിക്ക് കേവലം എതിരായി മലയാള ഇസ്ലാം സ്വന്തം ഭാഷയെ പഠിക്കാതെ കേവലം ത്യജിച്ച് അന്യഭാഷയായ അറബി ഭാഷയെ പഠിക്കുന്നതിലുള്ള ദോഷം സ്വല്പമല്ല. നമ്മുടെ സ്വന്തം ഭാഷ പഠിക്കാതെ, ഈ മണ്ണിൻ്റെ ഭാഷ പഠിക്കാതെ, മലയാളം പഠിക്കാതെ ഏതോ വിദൂര ലോകത്തെ അന്യഭാഷയായ അറബി പഠിക്കുന്നതിൽ എന്തെങ്കിലും പുണ്യമുണ്ടെന്ന് കരുതുന്നത് അതിൻ്റെ അപകടം ചെറുതല്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നുണ്ട്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ ഓർക്കാൻ ഇത്രയും മതിയാവും. അതിനപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. ഇനിയും അദ്ദേഹത്തെ നമുക്ക് ഇടയ്ക്കിടെ ഓർക്കാൻ അവസരമുണ്ടാകും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.